ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ഡിഷായിട്ടുള്ള ഉന്നക്കായയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തതല്ല, ഒരു മീഡിയം പഴുത്ത പഴം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലോട്ട് ഗീ ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു നുള്ളുപ്പ്, അത് ആ സ്വീറ്റ്നെസ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് അതവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വെക്കുക. അതിന് ശേഷം പഴം നമ്മൾ ഒരു ചെറു ചൂടോടെ വേണം അത് ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. മിക്സിയിലിട്ടൊന്നും അരക്കരുത്. ഇനി അതിൽ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളെ കയ്യിൽ ഓയിൽ പരട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ കാണുന്ന പോലെ കയ്യിൽ വെച്ച് പരത്തി അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റഫ് ആഡ് ചെയ്തിട്ട് ഞാൻ കാണുന്ന പോലെ ഇതുപോലെ ഉന്നക്കയുടെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ എല്ലാ ഉന്നക്കയും ഇതുപോലെ തന്നെ ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പഴം നന്നായി ഓവർ റൈപ്പ് ആവാൻ പാടില്ല, ഒരു മീഡിയം പഴുത്ത പഴം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊരു ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡ് മറിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ നിറാവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഉന്നക്കായ റെഡിയായി.